when we are born into this world, we cry and everyone around us smile. When we die, we must smile and the ones around us must cry. നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള മഹാഭാഗ്യം ലഭിച്ചിരിക്കുമ്പോൾ, ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള വലിയ അവസരം ലഭിച്ചിരിക്കുമ്പോൾ, നമ്മുടെ ചുറ്റുമുള്ള എത്ര ജീവിതങ്ങളെ നമ്മൾ സ്പർശിക്കും? ഒരു പുഞ്ചിരിയോടെ ഈ ജീവിതത്തിൻ്റെ അവസാനത്തിൽ നമുക്ക് നിൽക്കാൻ കഴിയുമോ? നമ്മൾ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുമ്പോൾ നമ്മൾ വാവിട്ട് കരയുകയും നമ്മുടെ ചുറ്റുമുള്ളവരെല്ലാം പുഞ്ചിരിക്കുകയും ചെയ്യും. നമ്മൾ ഈ ലോകത്ത് നിന്ന് വിടവാങ്ങുമ്പോൾ നമ്മൾ പുഞ്ചിരിക്കണം, നമ്മുടെ ചുറ്റുമുള്ളവർ നമ്മുടെ നഷ്ടത്തിൽ കണ്ണീരൊഴുക്കണം. ആരെയെങ്കിലുമൊക്കെ നമ്മുടെ പ്രവൃത്തികൾ, ചിന്തകൾ, വാക്കുകൾ തൊടണം. നമ്മുടെ തന്നെ പുറത്തേക്ക് നമ്മൾ കുതിക്കുന്നിടത്താണ് ജീവിതത്തിന് വലിയ അർത്ഥം വന്നു തുടങ്ങുന്നത്. നമുക്കെല്ലാം വലിയ സ്വപ്നങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ ഇത് നമുക്ക് വേണ്ടി മാത്രമുള്ളതാവരുത്. നമ്മുടെ ചുറ്റുമുള്ളവർ, നമ്മുടെ സുഹൃത്തുക്കൾ, ചിലപ്പോൾ നമ്മൾ പോലും അറിയാത്ത പലർക്കും വേണ്ടിയുള്ളതാകണം. ഒന്ന് ആലോചിച്ചാൽ എത്ര സുന്ദരമായിട്ട് അടിപൊളിയായിട്ട് ജീവിക്കാൻ കഴിയുന്ന ജീവിതമാണിത്. ജോർജ് ബെർണാഡ് ഷാ തൻ്റെ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ അവസാനം പറയുന്നൊരു കാര്യമുണ്ട്: എനിക്കൊരിക്കൽ കൂടി ജീവിക്കാൻ അവസരം ലഭിച്ചാൽ എനിക്കാവാമായിരുന്ന, എന്നിട്ടും ഞാൻ ആകാതിരുന്ന ആ മനുഷ്യനായി ഞാൻ ജീവിക്കും. ഐ വുഡ് ബി ദാറ്റ് പേഴ്സൺ ഹും ഐ കുഡ് ഹാവ് ബീൻ ബട്ട് നെവർ വാസ്. നമ്മുടെ ജീവിതാന്ത്യത്തിൽ നമുക്കുണ്ടാകാൻ പോകുന്ന ഏറ്റവും ഭയാനകമായ അവസ്ഥയാണ് റിഗ്രറ്റ്. എനിക്ക് ചെയ്യാവുന്നത് പലതും ഞാൻ ചെയ്തില്ലല്ലോ എന്ന തോന്നൽ. എനിക്ക് കിട്ടിയ അവസരങ്ങൾ പലതും എനിക്ക് ഉപയോഗപ്പെടുത്താമായിരുന്നല്ലോ എന്ന തോന്നൽ. ഒരിക്കലും ഇന്ന് നമ്മുടെ കയ്യിലുള്ള സമയമോ സാഹചര്യമോ അവസരമോ നമുക്ക് വീണ്ടും കിട്ടില്ല, തിരിച്ച് കിട്ടില്ല. ദേവ് മഹോണി പറയുന്നു, "The important thing is not where you are or where you were, but where you want to get." നമ്മുടെ പ്ലാനിങ്ങിൽ, ബുക്കിലും മനസ്സിലും പല ആഗ്രഹങ്ങളും കാണും. പലതും നമ്മൾ എഴുതിയിട്ടിട്ടുണ്ടാവും. അതുമാത്രം പോരാ, ഇന്ന് തന്നെ അതിനുവേണ്ടി അധ്വാനിക്കണം. ഏറ്റവും ചെറിയ ഡെഡ് ലൈൻ വെക്കണം. അത് ഇന്ന് തന്നെ തീർക്കുക എന്നുള്ളതാണ്. ഒരു പുസ്തകം എഴുതാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ 40 പേജ് ഇന്ന് ഞാൻ എഴുതുമെന്ന് ഉറപ്പിക്കുക. പരീക്ഷ എടുക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായി കൂടുതൽ പഠിക്കും. അല്ലാത്ത അവസരങ്ങളിൽ ഒരാഴ്ച ഇരുന്നിട്ട് പഠിക്കാത്ത സംഭവം ചിലപ്പോൾ 1-2 മണിക്കൂർ കൊണ്ട് മനസ്സിലാക്കി പഠിക്കും. ഡെഡ് ലൈൻ നമ്മുടെ മുമ്പിൽ വരുന്നത് കൊണ്ടാണിത്. എന്ത് കാര്യം ചെയ്യാൻ ഉറപ്പിച്ചാലും ഡെഡ് ലൈൻസ് വെക്കണം. അത് നമുക്ക് തരുന്ന ഒരു പ്രഷറുണ്ട്. ഏറ്റവും ചെറിയ ഡെഡ് ലൈൻ തന്നെ വെക്കണം. അതെന്ന് പറയുന്നത് ഓരോ ദിവസവും തന്നെയാണ്. ചിലപ്പോൾ ഇന്ന് ഞാൻ ഉറപ്പിച്ച കാര്യം ചെയ്തു തീർക്കാൻ, ഡെഡ് ലൈൻ വെച്ച കാര്യം പഠിച്ചു തീർക്കാൻ അല്ലെങ്കിൽ എഴുതി തീർക്കാൻ പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. മറ്റു പലതും വേണ്ടെന്ന് വെക്കേണ്ടി വരും. കാണാൻ ആഗ്രഹിച്ച ഒരു സിനിമ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കേണ്ടി വരും. ഫോണിൽ ഇൻസ്റ്റാഗ്രാമിലും ചാറ്റിങ്ങിലും ചെലവഴിക്കുന്ന സമയം വേണ്ടെന്ന് വെക്കേണ്ടി വരും. ഈ സാക്രിഫൈസുകളാണ്, ഈ വേണ്ടെന്ന് വെക്കലുകളാണ് നമ്മുടെ സ്വപ്നത്തെ തീ പിടിപ്പിക്കുന്നത്. ഇഫ് യു ആർ പ്ലാനിങ് ടു ഡു സംതിങ്, ഇഫ് യു ആർ പ്ലാനിങ് ടു ഫിനിഷ് സംതിങ്, ഫിക്സ് ദ ഡെഡ് ലൈൻ നൗ ഇറ്റ് സെൽഫ്. എൻ്റെ സമയം ഞാൻ നന്നായി ഉപയോഗിച്ചില്ലല്ലോ, നഷ്ടപ്പെടുത്തിയല്ലോ എന്ന ചിന്ത ഒരിക്കലും നമുക്കുണ്ടാകരുത്. നമ്മുടെ പാഷൻ, നമ്മുടെ എനർജി അത് നമ്മുടെ ചുറ്റുമുള്ളവരിലേക്ക് പടരണം. ആൻഡ് ഇൻ ദ ഡെത്ത് വി വിൽ സ്മൈൽ ആൻഡ് ദേ വിൽ ക്രൈ ബിക്കോസ് വി ലിവ്ഡ് വിത്ത് ഇൻസ്പിറേഷൻ ആൻഡ് അവർ ഡ്രീംസ് ഇൻസ്പയർഡ് ദം ടു.